ഹായ്, എല്ലാവർക്കും മീനട്ടി സ്റ്റോറീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം അല്ലേ? സ്വന്തക്കാരുടെ വീട്ടിൽ നിന്നായിരുന്നു ഞാൻ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. അന്ന് എനിക്ക് വയസ്സ് 19. ഞാൻ എന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ വെച്ച് പെൺകുട്ടികളായ ആരെയോയുടെ പലതും കവർന്നെടുത്തു, അതും പല രാത്രികളിൽ. എന്റെ പല കഴിവും ഞാൻ അവളെ അറിയിച്ചുകൊടുത്തു. അവൾക്കത് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലായി തുടങ്ങി. അതെങ്ങനെയാണെന്ന് പറയാം. അതിനു മുന്നേ ഞാൻ എന്നെപ്പറ്റി പറയാം. എന്റെ പേര് കൃഷ്ണ. എന്റെ വീട് വയനാടാണ്. എന്റെ അമ്മാവന്റെ വീട് പത്തനംതിട്ടയും. എന്റെ അച്ഛൻ അമ്മയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. പിന്നീട് പത്തനംതിട്ടയിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവർ വയനാടിനു പോയി. എനിക്ക് ഏതാണ്ട് 15 വയസ്സൊക്കെയുള്ളപ്പോഴാണ് അവർ വീണ്ടും അമ്മാവനൊക്കെയായി കൂട്ടായി മാറുന്നത്. പിന്നീട് എനിക്ക് പത്തനംതിട്ടയിലാണ് പഠിക്കാൻ കോളേജ് കിട്ടുന്നത്. അങ്ങനെ അമ്മാവൻ വീട്ടിൽ വന്ന് എന്റെ അമ്മയോട് പറഞ്ഞു, എന്നെ അവരുടെ വീട്ടിൽ നിർത്താമല്ലോ എന്ന്. അങ്ങനെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ആ വീട്ടിൽ എന്റെ അമ്മാവനും അമ്മായിയും 2 പെൺകുട്ടികളുമാണ് ഉള്ളത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഒരാൾ എന്റെ അതേ പ്രായവും ഒരാൾ PGയുമാണ് പഠിക്കുന്നത്. അമ്മാവൻ അത്യാവശ്യം പൈസയൊക്കെയുള്ള ആളായതുകൊണ്ട് നല്ല വീട്ടിലാണ് താമസം. അതുമല്ല, ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെയായിരുന്നു 2 പെൺകുട്ടികളെയും പഠിപ്പിച്ചത്. അവളുമാർ 2 പേരും ഒന്നിനൊന്ന് സുന്ദരികളായിരുന്നു, ആര്യയും താരയും. അതിൽ ആര്യ എന്റെ അതേ പ്രായമാണ്. അവൾ BA എക്കണോമിക്സ് ആണ് എടുത്തിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും എന്തൊക്കെ തറവേല കാണിക്കുമെങ്കിലും ക്ലാസ്സിൽ അത്യാവശ്യമൊക്കെ ഞാൻ പഠിക്കുകയായിരുന്നു. കാണാനും അത്യാവശ്യം ഒരു സുന്ദരനായിരുന്നു. മാത്രമല്ല, വീട്ടിൽ നല്ല സുന്ദരി കോതകളുള്ളപ്പോൾ എങ്ങനെ തറവേല കാണിക്കാതിരിക്കും? എന്റെ അമ്മാവന്റെ 2 പെൺകുട്ടികളും വീട്ടിൽ കൂടെ എപ്പോഴും ചെറിയൊരു നിക്കറും ബനിയനുമൊക്കെയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അവരെയാണ് ഞാൻ കണ്ണു തുറന്നാൽ കാണുന്നത്. മാത്രമല്ല, എനിക്ക് ചില ചുറ്റിക്കളികളൊക്കെയുണ്ടായിരുന്നു. പലപ്പോഴും അവർ കുളിക്കുന്നതും അവർ ബാത്റൂമിൽ വെച്ച് പലതും ചെയ്യുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ തന്നെ ഒരു സ്വർഗത്തിൽ ജീവിക്കുകയാണ് ഞാൻ. അപ്പോൾ പിന്നെ പുറത്തുള്ളവരോട് വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റുമോ? ഇവർക്കുള്ളത് തന്നെയാണോ പുറത്തുള്ള പെൺകുട്ടികൾക്കും ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു എന്റെ കഷ്ടപ്പാട്. സത്യത്തിൽ എന്റെ അതേ പ്രായമുള്ള ആര്യയ്ക്ക് എന്നോട് ചെറിയൊരു ചാഞ്ചാട്ടമുണ്ടായിരുന്നു. അതെങ്ങനെയാണ് മനസ്സിലായത് എന്ന് ഞാൻ പറയാം. ഒരിക്കൽ രാവിലെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റിരിക്കുന്ന സമയത്താണ് അമ്മായി തുണിയൊക്കെ അലക്കിയിട്ട് മുന്നിൽ കൊണ്ടുപോയി വിരിച്ചിടുന്നത്. അത് കണ്ടപ്പോൾ പുറകിൽ അലക്കിയതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഞാൻ ഉറങ്ങി എഴുന്നേറ്റതുള്ളതുകൊണ്ട് തന്നെ പുറകിൽ പോയി പല്ല് തേക്കാൻ തുടങ്ങുന്ന സമയം അലക്കുകല്ലിൽ ഇന്നലെ വെച്ചിരുന്ന ചിരട്ട അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയല്ല അലക്കിയത് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ പോയി അമ്മായിയോട് ചോദിച്ചപ്പോൾ തൊട്ടടുത്തൊരു പുഴയുണ്ടെന്നും അവിടെ പോയാണ് അലക്കിയതെന്നും ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെയുള്ള സമയമാണെന്നും എന്നോട് പറഞ്ഞു. എന്തായാലും പുഴയിൽ കുളിച്ചിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് തന്നെ ഒന്ന് നീന്തിക്കുളിക്കാം എന്ന് വിചാരിച്ച് ഒരു തോർത്തുമെടുത്തുകൊണ്ട് ഞാൻ പോയി. അവിടെ നന്നായി കുളിച്ചിട്ട് ഞാനൊരു വെളുത്ത തോർത്തും ഉടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അങ്ങോട്ട് പോയൊരു നിക്കർ ഇട്ടിരുന്നു. അത് അലക്കിക്കൊണ്ടാണ് ഞാൻ വരുന്നത്. വീട്ടിൽ വന്ന് വിരിച്ചിട്ട് തിരിഞ്ഞു നോക്കിയതും എന്നെ അവൾ അടിമുടി നോക്കി നിൽക്കുകയാണ്. ഞാൻ അവളെ നോക്കിയപ്പോൾ അവൾ എന്റെ നേരെ നിന്ന് പെട്ടെന്ന് കണ്ണെടുത്തു. സത്യത്തിൽ അന്നാണ് എനിക്ക് ആദ്യമായിട്ട് അവളോടൊരു സംശയം തോന്നുന്നത്. പിന്നെയാണ് ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മാത്രമല്ല, ചെറിയ കുട്ടികളുടെ പോലെയുള്ള നിക്കറൊക്കെയാണ് വീട്ടിൽ കൂടെ ഇടുന്നത്. അത്യാവശ്യം അവളും അവളുടെ ചേച്ചിയും വെളുത്തിരിക്കുന്നവരായിരുന്നു. ചെറിയ നിക്കറൊക്കെ ഇടുന്ന സമയത്ത് കാലുകളൊക്കെ നീര് വെച്ചതുപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും നോക്കി കൊതിവിടാറുള്ളതും അതൊക്കെ കണ്ടിട്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും അവൾ എന്റെ നേരെ ഒരുമാതിരി നോട്ടവും അവളുടെ മാറിന്റെ കുഴികൾ പലപ്പോഴും കുനിഞ്ഞുനിന്ന് കാണിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിത്തുടങ്ങി. അങ്ങനെ അവൾക്കൊരു താൽപ്പര്യമുണ്ടെന്ന് മനസ്സിലായി. സത്യത്തിൽ എനിക്കും ഒരു താൽപ്പര്യമുണ്ട്. പിന്നെ ഞാൻ ആ വീട്ടിൽ വന്ന് താമസിക്കുന്നതാണല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ അവളോട് പെരുമാറിയാൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ച് പിടിച്ചുവെച്ചതായിരുന്നു. പക്ഷേ അവളുടെ എന്നോടുള്ള പെരുമാറ്റവും നോട്ടവും വെള്ളമിറക്കലും കണ്ടിട്ട് അവൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണെന്നെനിക്ക് മനസ്സിലായി.
അങ്ങനെയുള്ള അവളെ ഞാൻ എന്തിനു വിട്ടുകളയണം? പക്ഷെ ഞാൻ അവളുടെയോ അവളുടെ ചേച്ചിയുടെയോ പുറകിലേക്ക്, അല്ലെങ്കിൽ അവർ മാത്രം ഇരിക്കുന്ന സമയം അവരോട് മാത്രം അടുത്തിരുന്ന് മിണ്ടാനൊന്നും പോകാറില്ല. എപ്പോഴും ഞാൻ ദൂരെ നിന്ന് നോക്കി കൊതിവിടുമെന്നല്ലാതെ ഒരുപാട് പോയാൽ എന്നെ ഈ വീട്ടിൽ നിന്നും അമ്മാവൻ ചാടിച്ചുവിട്ടാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒന്നിനും പോകാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കും കൂടി താൽപ്പര്യമുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇങ്ങനെ നിൽക്കുന്നത് കാര്യമില്ല. എന്തായാലും എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവളുടെ മുറിയിലേക്ക് തള്ളിക്കയറി. അപ്പോൾ അവൾ പുതപ്പിന്റെ അകത്തിരുന്ന് ഒരു ഇംഗ്ലീഷ് പടം കാണുകയായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് ആരാണ് കയറിവരുന്നത് എന്നറിയാൻ അവൾ ഞെട്ടിക്കൊണ്ട് പുതപ്പ് മാറ്റി. പെട്ടെന്ന് ഞാൻ ചിരിച്ചപ്പോൾ അവൾ എന്നെ നോക്കി. അവളുടെ കയ്യിൽ എന്താണെന്നറിയാൻ ആ സമയം ഞാൻ അവളുടെ ഫോണിലേക്ക് നോക്കിയപ്പോൾ അതിൽ ഒരു ഉമ്മ കൊടുക്കുന്ന സീനായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അവളുടെ ഫോണിലേക്ക് നോക്കുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് അവൾ ഫോൺ മാറ്റി താഴെ വെച്ചു. ഞാൻ പതിയെ വാതിലടച്ച് അവളുടെ കട്ടിലിൽ പോയിരുന്നു. അപ്പോ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.